നമ്മൾ ഈ രാഷ്ട്രീയം ഉണ്ട് എന്ന് കരുതി എതിർ പാർട്ടിയിലുള്ളവരെല്ലാം കൊള്ളക്കാരാണ്, അവരെല്ലാം മോശക്കാരാണ് എന്ന് പറയുന്നത് എൻ്റെ ഒരു രീതിയല്ല. നമ്മൾ നിഷാദിനറിയാമല്ലോ, ഇപ്പോൾ ഒ രാജഗോപാൽ BJP ആണ്, സംഘപരിവാർ രാഷ്ട്രീയത്തിന് നമ്മളെല്ലാം അതിശക്തമായ എതിരാണ്. പക്ഷേ ഒ രാജഗോപാലിന് ഒരു പ്രിവിലേജ് കേരളത്തിലെ പൊതുമനസ്സിലുണ്ട്, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ട് ആർജിച്ചെടുക്കുന്നതാണ്. അത് ആ പാർട്ടിക്കുള്ള പിൻബലമല്ല, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിൽ ഉണ്ടാക്കിയെടുത്ത ഒരു കരുത്താണ്. ഇവിടെ ജി സുധാകരന് സ്പേസ് ഉണ്ട് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ. അദ്ദേഹം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒറ്റുകാരൻ്റെ രൂപമൊന്നുള്ള ആളായിട്ട് ഞാൻ കാണുന്നില്ല. അദ്ദേഹം ശരി പറയുന്ന അംഗീകരിക്കണ്ടേ? അദ്ദേഹം പറയുന്നതിൽ കാമ്പുണ്ടോ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? അതിന് പകരം അദ്ദേഹത്തിൻ്റെ അച്ഛനെ വിളിക്കുക, അദ്ദേഹത്തിൻ്റെ സഹോദരൻ, അദ്ദേഹത്തേക്കാൾ വലിയ ബന്ധമാണ് അദ്ദേഹത്തിൻ്റെ അനിയൻ ഭുവനേശ്വരനുമായിട്ട് ബാക്കിയുള്ള സജി ചെറിയാനും കൂട്ടർക്കും. എന്ത് വിരോധാഭാസമാണ് നിഷാദ് ഈ കാണുന്നത്? ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഞങ്ങളുടെ യോഗത്തിൽ വരുമ്പോഴും ഞാൻ ഉയർത്തുന്ന പ്രത്യയശാസ്ത്രം മാർക്സിസ്റ്റ് പാർട്ടിയുടേതാണ്, ഇടതുപക്ഷത്തിൻ്റെതാണ്. ആ പ്രത്യയശാസ്ത്രത്തിന് ഇന്ത്യയിൽ വംശനാശം സംഭവിക്കുന്നു, കേരളത്തിൽ മാത്രമാണ് ഒരു പച്ചത്തുരുത്ത് എന്ന് അദ്ദേഹം ഞങ്ങളുടെ വേദിയിൽ വന്ന് വിളിച്ചു പറയുകയാണ്. നിസ്സാരമായിട്ട് നിങ്ങൾ കാണല്ലേ? അതോടൊപ്പം തന്നെ പുതിയ കാല രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള മൂല്യച്യുതികൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അദ്ദേഹത്തിന് പലവട്ടം MLA, ഞാൻ നേരത്തെ പറഞ്ഞു, പലവട്ടം MLA ആയി, മന്ത്രിയായി, വെച്ച് നീട്ടിയ വലിയ പദവികൾ മരിച്ചാലും മാറാതെ ആളുകൾ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഇതൊക്കെ വേണ്ടാന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത്. അദ്ദേഹം പറയുന്ന ശരികൾ എടുക്കും നിങ്ങൾ. അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഗുണമുള്ള കാര്യമല്ലേ? ആര് പറഞ്ഞാലും. എനിക്കങ്ങോട്ട് പ്രത്യേകമായി ജി സുധാകരനോട് എന്താ പ്രണയം? ഒരു കാര്യവുമില്ല, എനിക്കൊരു കാര്യവുമില്ല. അങ്ങനത്തെ ഒരാളല്ല. ആരെങ്കിലും ഒരാളെ സൂചിപ്പിച്ചാൽ ഉടനെ തന്നെ അതിൻ്റെ പുറകെ പോകുന്ന ആളാണ് സുധാകരൻ എന്ന് CPM നേതാക്കൾ ധരിച്ചിട്ടുണ്ടാവും, പ്രവർത്തകർ ധരിച്ചിട്ടുണ്ടാകും. അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം ഉയർത്തുന്ന നന്മയുടെ രാഷ്ട്രീയം. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ എത്രയോ നേതാക്കൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുക്കുന്ന ലീഡർഷിപ്പ് എടുക്കുന്ന തീരുമാനങ്ങളെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ചലഞ്ച് ചെയ്തവരൊക്കെ ഇന്നും കോൺഗ്രസ് നേതാക്കളായി നിൽക്കുകയല്ലേ? അല്ലേ? നമുക്ക് എത്രയോ കാര്യങ്ങളിൽ അറിയാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ഉഗ്രപ്രതാപിയായ K കരുണാകരനെതിരെയല്ലേ ശ്രീ VM സുധീരൻ നിലപാടെടുത്ത്? സുധീരൻ അന്നും ഇന്നും നേതാവാന്നേ കോൺഗ്രസ് പാർട്ടിയുടെ. ഞങ്ങളെന്താ സുധീരനെ പുച്ഛിച്ച് തള്ളി പറഞ്ഞു വിട്ടോ? പറഞ്ഞൊന്നും വിട്ടിട്ടില്ല. അദ്ദേഹം മുൻ KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ എന്നുള്ള നിലയിൽ 24 മണിക്കൂറും അലർട്ടായിട്ട് ഫീൽഡിലുണ്ട്. അങ്ങനെ ഓരോ നേതാക്കളെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. വ്യത്യസ്തമായ വീക്ഷണമുള്ള സമൂഹത്തിൻ്റെ പൊതു ചിന്ത മനസ്സിലാക്കി അഭിപ്രായം പറയുന്ന അതിനെയൊക്കെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. രാഷ്ട്രീയത്തോടും രാഷ്ട്രീയ പാർട്ടിയോടും രാഷ്ട്രീയ നേതാക്കളോടും പുച്ഛമുണ്ടാകുന്ന തരത്തിൽ ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പുതിയ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ രാഷ്ട്രീയ പാർട്ടി ജോയിൻ ചെയ്യുന്നവരും എണ്ണം എടുത്ത് സമുദായ സംഘടനകളിൽ ജോയിൻ ചെയ്യുന്നവരുടെ എണ്ണം എടുത്ത് നോക്കിയാൽ സമുദായ സംഘടനകളായിരിക്കും കൂടുതൽ. ആ യാഥാർത്ഥ്യം നമ്മൾ കാണണ്ടേ? ആ വെല്ലുവിളി, ആ വർഗീയ ചിന്തയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പോകുന്നു വരുന്ന തലമുറ ചിന്തിക്കണ്ടേ? നമ്മൾ പരിശോധിക്കണ്ടേ? ലഹരിക്ക് പുറകെ പോകുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് CPM-ൻ്റെ ഇവിടുത്തെ സംസ്ഥാന സമ്മേളനവും ജില്ലാ സമ്മേളനമൊക്കെ നടന്നിട്ടുള്ള റിപ്പോർട്ടൊക്കെ ആദ്യം പോയി ജയരാജ് വായിച്ചു പഠിക്കുക. ആലപ്പുഴ ജില്ലയിൽ വിഭാഗീയതയുടെ കൂത്തരങ്ങാണ്. എൻ്റെ നാട്ടിൽ കുട്ടനാട്ടിൽ മാത്രം 250 പേര് ഒന്നിച്ചാ CPM വിട്ടത്. പരസ്പരം ആയുധം എടുത്ത് പൊതുനിരത്തിൽ അടരാടി. അല്ല, കോൺഗ്രസ്സുകാരുമായിട്ടും BJP-ക്കാരുമായിട്ടും വഴക്കുണ്ടാക്കിയിട്ടല്ല. CPM-കാർ തമ്മിലടിച്ച് 250 പേരാ പാർട്ടി വിട്ടത്. മനസ്സിലായില്ലേ? ഈ അമ്പലപ്പുഴയിലെ സ്ഥിതി എന്താ? ഇവിടെ കൃഷ്ണപിള്ള സ്മാരകം കത്തിച്ചതാരാ? ഞങ്ങൾ കോൺഗ്രസ്സുകാരാണോ കത്തിച്ചത്? ഞങ്ങളാണോ കത്തിച്ചത്? അരൂർ മുതൽ കായംകുളം വരെയുള്ള സ്ഥിതി എന്താ? കായംകുളം MLA നേരിടുന്ന പ്രതിസന്ധി എന്താ CPM-ൻ്റെ അകത്ത്? ഞങ്ങൾക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട് ഈ MLA-മാരോടും പാർട്ടിയോടും പാർട്ടി നേതാക്കളോടും. അതാണോ ഇവിടെ നടക്കുന്നത്? ചേരിപ്പോരുകൾ ഉണ്ടാവും ജനാധിപത്യ പാർട്ടികളിൽ, അല്ലെങ്കിൽ കേഡർ പാർട്ടികളിലും ഒക്കെ. ഒന്നിലധികം നേതാക്കൾ വരുമ്പോൾ മത്സരങ്ങളൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. അതിലൊന്നും ഞാൻ തെറ്റു പറയുന്നില്ല. അതല്ലെന്നേ,